നമ്മുടെ റോസാച്ചെടി പ്രൂൺ ചെയ്യാൻ മാത്രം നമുക്ക് നല്ല മടിയാണല്ലേ. റോസാപ്പൂക്കൾ വെട്ടിക്കളയാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലേ. ഞാൻ റോസാച്ചെടിയുടെ വീഡിയോസൊക്കെ കാണുമ്പോഴൊക്കെ ഒരുപാട് വളങ്ങളെ പറ്റി പലരും പറയാറുണ്ട്. ഞാൻ തന്നെ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ആളാണ്. പക്ഷേ പ്രൂണിങ്ങിന് ശേഷം ഇതുപോലെ പെട്ടെന്ന് തളിർത്ത് വരാൻ ഒരൊറ്റ ടിപ്പ് മാത്രം തന്നെ എനിക്ക് വർക്കൗട്ടായിട്ടുള്ളൂ. മുൻപൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച റോസ് പെട്ടെന്ന് ഫ്ലവർ കട്ട് ചെയ്ത് കളഞ്ഞാലും തളിർത്ത് പുതിയ പൊടിപ്പുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കാറുണ്ട്. ഇംഗ്ലീഷ് വളം വാങ്ങിക്കാനും ഉപയോഗിക്കാനും ഉള്ള മടി കൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള ചാണകപ്പൊടി, എല്ലുപൊടി മുതലായവയൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. കോഴിമുട്ടയുടെ തൊണ്ട് ഉപയോഗിച്ചിരുന്നു. ഇംഗ്ലീഷ് വളം ഇട്ട ചെടികൾ കേടായി പോവുമോ, പെട്ടെന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു മുമ്പൊക്കെ. ഇതിപ്പോൾ ഞാൻ നഴ്സറിയിൽ നിന്ന് പുതിയതായിട്ട് വാങ്ങിച്ച കാശ്മീരി റോസാണ്. പിന്നെ അതിലൊരു വൈറ്റ് റോസ് ഉണ്ട്. എല്ലാതും ഫ്ലവറിങ് കഴിഞ്ഞ് നിൽക്കുക തന്നെയാണ്. ജസ്റ്റ് കട്ട് ചെയ്ത് കളയാൻ സമയമായിട്ടുണ്ട്. ഞാൻ നടത്തിയ പരീക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ റോസാ ചെടിക്ക് എന്തുകൊണ്ട് ഇംഗ്ലീഷ് വളം തന്നെയാണ് ഒന്നുകൂടി നല്ലത്. എപ്പീഷ്യ പോലുള്ള ചെടികൾ ചാണകപ്പൊടിയുടെ നേർത്ത വെള്ളം, അതായത് ചാണകപ്പൊടി കലക്കിയിട്ട് നേർപ്പിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലവറിങ് ഒക്കെ ഉണ്ടായിട്ട് കാണാറുണ്ട്. പക്ഷേ റോസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി നല്ലത് DAP തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പ്ലാന്റ് വെച്ചിരിക്കുന്ന ചട്ടിയുടെ വലിപ്പത്തിനെ നോക്കിയിട്ടാണ് ഞാൻ വളം ഇടാറുള്ളത്. ഒരു 1/2 ടീസ്പൂണൊക്കെ ഇടാറുണ്ട്.